സ്നേഹക്കടലോടാണെനിക്കു പ്രേമം, സ്നേഹക്കടലോടാണെനിക്കു ദാഹം. പറയാനുള്ളത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സലാത്ത് നാം വർദ്ധിപ്പിക്കുന്നവരായി മാറണം. സലാത്ത് ചെല്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കൂടുതലായി സലാത്ത് ചെല്ലുന്നവരായി നാം മാറണം. ബഹുമാനപ്പെട്ട ജസൂരി തങ്ങൾ, അറിയുമോ നിങ്ങൾക്ക് ജസൂരി തങ്ങളെ? മഹാനായൊരു പണ്ഡിതനായിരുന്നു. സലാത്ത് കൊണ്ട് തന്റെ ജീവിതത്തെ ധന്യമാക്കിയ വ്യക്തിത്വമാണ് ജസൂരി തങ്ങൾ. അദ്ദേഹത്തെ ഖബറടക്കി 70 വർഷം കഴിഞ്ഞപ്പോ തന്റെ ഖബർ തുറന്നു നോക്കിയപ്പോൾ എങ്ങനെയാണോ ഖബറടക്കിയത് അതേപോലെ തന്നെ അതേ വസ്ത്രത്തിൽ ഒരഴുക്കും പുരളാതെ ഏതത്രാണോ അവിടെ തേച്ചത് ആ അത്രന്റെ പരിമളത്തോടെ അദ്ദേഹം ഖബറിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. തന്റെ കണ്ണിന് കേടുപാട് സംഭവിച്ചിട്ടില്ല, തന്റെ നാവിന് കേടുപാട് സംഭവിച്ചിട്ടില്ല, തന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പുഴുവരിച്ചിട്ടില്ല, മണ്ണ് തിന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. ജസൂരി തങ്ങളെ ഖബറടക്കിയത് എങ്ങനെയാണോ അതേപോലെ 70 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ തന്നെ കിടക്കുകയാ, അങ്ങനെ തന്നെ കിടക്കുന്നു ജസൂരി തങ്ങൾ. എന്താ ജസൂരി തങ്ങൾ ചെയ്ത നന്മ? ജസൂരി തങ്ങൾ ചെയ്ത നന്മ എന്താ? പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. ജസൂരി തങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും കൂടെ യാത്ര ചെയ്തു പോകുകയാണ്. ഇങ്ങനെ വഴിയോരത്തുകൂടെ യാത്ര ചെയ്തു പോകുമ്പോ ദുഹറും അസ്റും കൂടെ അവരെ ജംആക്കിയിരിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് ദുഹറിന്റെ സമയത്തോ അല്ലെങ്കിൽ അസ്റിന്റെ സമയത്തോ 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഇളവാണ് ജംആക്കുക എന്നത്. ഇവര് 132 കിലോമീറ്ററിനപ്പുറം യാത്ര ചെയ്യുന്നവരാണ് ജസൂരി തങ്ങളും തന്റെ ശിഷ്യന്മാരും. അങ്ങനെ യാത്ര ചെയ്തു പോകുകയാണ്. ദുഹർ നിസ്കാരം അസ്റിലേക്ക് പിന്തിച്ച് ജമാക്കാൻ വേണ്ടി കരുതിയിരിക്കുകയാണ്. ജസൂരി തങ്ങൾ തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, അല്ലയോ ശിഷ്യന്മാരെ, ഇതാ അസ്റിന്റെ ടൈം കഴിയാൻ പോവുകയാണ്, അസ്റിന്റെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം വെള്ളം അന്വേഷിക്കൂ, നമുക്ക് വുളൂ ചെയ്ത് നിസ്കരിക്കാം. ശിഷ്യന്മാർ ഇതാ വെള്ളം അന്വേഷിച്ചു പോകുകയാണ്. വെള്ളം അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ പോയപ്പോ ഒരു കിണർ അവർ കണ്ടുമുട്ടി. പക്ഷേ ആ കിണറിൽ വെള്ളം അടിത്തട്ടിലാണുള്ളത്. മുകളിൽ കോരിയെടുക്കാൻ തൊട്ടിയോ കയറോ ഇല്ല, കൈകൊണ്ട് കോരിയെടുക്കാനും സാധ്യമല്ല. കിണറിന്റെ അടിത്തട്ടിലാണ് വെള്ളമുള്ളത്. എങ്ങനെ കോരുമെന്നറിയാതെ ഒരു വിഷമിച്ചു നിൽക്കുമ്പോഴാ ആ കിണർ സ്ഥിതി ചെയ്യുന്നതിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ചെറ്റക്കുടൽ കാണുന്നത്. ഒരു കുടല് കാണുന്നത്, ഈ തൊപ്പര കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കുടല് കാണുന്നത്. ഇതാ ജസൂരി തങ്ങളുടെ ശിഷ്യന്മാർ ആ വീട്ടിലേക്ക് പോവുകയാണ്. ആ കുടലിലേക്ക് ചെല്ലുകയാണ്. വീട്ടുകാരെ വിളിച്ചു, ഇവിടെ ആരുമില്ലേ, വീട്ടിലാരുമില്ലേ? ആ സമയത്ത് വീട്ടിൽ നിന്നും 6 or 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി വരികയാ. നമ്മുടെ പെൺകുട്ടികൾ കേൾക്കട്ടെ, നമ്മളെ ആടുകയും പാടുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾ കേൾക്കട്ടെ, നടുറോഡിൽ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങൾ കേൾക്കട്ടെ, ഈ സമുദായത്തിലെ തട്ടമിട്ട പെണ്ണുങ്ങൾ കേൾക്കട്ടെ. തട്ടമിട്ട പെണ്ണുങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ, അവരുടെ വാക്കുകൾ കേൾക്കാതെ മാറി നിൽക്കുന്ന, പടച്ചവനെ പേടിക്കുന്ന, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകൾ നെഞ്ചോടൊലിപ്പിക്കുന്ന പെണ്ണുങ്ങൾ, അവർക്ക് സമാശ്വാസമുണ്ടാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ സേവിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന പെൺകുട്ടികൾ കേൾക്കട്ടെ. സ്കൂൾ വിദ്യാർത്ഥിനികൾ, കോളേജ് വിദ്യാർത്ഥിനികൾ കേൾക്കട്ടെ. അതാ 6 or 7 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഇറങ്ങി വരികയാ. ആ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ ജസൂരി തങ്ങളുടെ ശിഷ്യന്മാരാണോ? അതെ, ഞങ്ങൾ ജസൂരി തങ്ങളുടെ ശിഷ്യന്മാരാണ്. എന്താ ആവശ്യം? അവര് പറഞ്ഞു, ഞങ്ങൾ യാത്ര ചെയ്തു വന്നതാണ്, വെള്ളം കിട്ടാതെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കിണർ കണ്ടത്. ആ കിണറിന്റെ അടിത്തട്ടിലാണ് വെള്ളം. മുകളിലേക്ക് വെള്ളം കോരിയെടുക്കാൻ ഒരു വഴിയുമില്ല. പാത്രമോ കയറോ എന്തെങ്കിലും തരാമോ? ആ പെൺകുട്ടി പറഞ്ഞു, വാ, എന്റെ കൂട്ടത്തിൽ വാ. എവിടെ കിണർ? കാണിച്ചതാ. ആ പെൺകുട്ടി ഇവരോടൊപ്പം പോവുകയാണ്. അങ്ങനെ കിണറിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഈ പെൺകുട്ടി എന്തോ ചൊല്ലിയിട്ട് ആ കിണറ്റിലേക്കൊന്ന് തുപ്പി.
കിണറിലേക്കൊന്ന് തുപ്പി. ആ സമയത്ത് കിണറിന്റെ അടിത്തട്ടിൽ നിന്നും വെള്ളം മുകളിലേക്ക് നുരഞ്ഞു പോന്തി. സുനാമി. ഓക്കി ചുഴലിക്കാറ്റിനെ അതുപോലെ സുനാമിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം എതിർത്ത് സംസാരിച്ചു. ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന ആളുകൾ ആലോചിക്കണം, ദൈവത്തെ അള്ളാഹുവിനെ വെല്ലുവിളിച്ച ഒരാളാണ് ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇന്നും കിടക്കുന്നത്. അവൻ ധിക്കാരിയായിരുന്നു. ഞാൻ ജീവിപ്പിക്കുന്നവനാണ്, ഞാൻ മരിപ്പിക്കുന്നവനാണ്. ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കും. ഒരാളെ വിളിച്ചു, ജീവനുള്ള ഒരാളെ വിളിച്ചു, അയാളോട് പറഞ്ഞു പോയി കൊള്ളാൻ പറഞ്ഞു. ഇതാണ് അയാളുടെ ജീവിപ്പിക്കല്. മറ്റൊരാളെ വിളിച്ചു, കൊല്ലാൻ പറഞ്ഞു, അയാളെ കൊന്നു. ഇതാണ് അയാളുടെ മരിപ്പിക്കല്. അള്ളാന്റെ ജീവിപ്പിക്കലും മരിപ്പിക്കലും അങ്ങനെയല്ലല്ലോ. അള്ളാഹു ജീവിപ്പിച്ചു നമ്മെ, അള്ളാഹു നമ്മെ മരിപ്പിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നല്ല മരണം അള്ളാഹു നൽകട്ടെ. നല്ല മരണം മരിക്കാൻ കഴിയാതെ ഈ ലോകത്തിനും ദൃഷ്ടാന്തമായി വിശുദ്ധമായ ഖുർആനിന്റെ മുഅ്ജിസത്തായി ശേഷമുള്ള ആളുകൾക്ക് നിന്നെ ദൃഷ്ടാന്തമാക്കി ഞാൻ മാറ്റും. എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ ഒരു ദൃഷ്ടാന്തമായി അഹങ്കാരത്തിന്റെ അല്ലാഹുവിനെ വെല്ലുവിളിച്ച് ധിക്കരിച്ചുകൊണ്ട് കടന്നു വന്ന ഫിർഔൻ കിടന്നുറങ്ങുന്നു. ഫിർഔൻ കിടക്കുന്നു ഈജിപ്തിലെ മ്യൂസിയത്തില്. അല്ലാഹുവിനെ വെല്ലുവിളിച്ചവരുടെ അവസ്ഥയൊക്കെ ഇതുപോലെ ഒരു പക്ഷെ സൂക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ പോലും അവരുടെ അവസ്ഥ ഭാവി മോശമായിരിക്കും. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. വെല്ലുവിളിക്കുന്നവർ ഇന്ന് ധിക്കാരവും വെല്ലുവിളിയും മാത്രമേ ഉള്ളൂ. മൈക്ക് കിട്ടിയാലും ധിക്കാരം, വെല്ലുവിളി. അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ മുന്നിൽ വന്നാലും ധിക്കാരവും വെല്ലുവിളി, വാട്സപ്പിന്റെ മുന്നിൽ വന്നാലും ധിക്കാരവും വെല്ലുവിളി. എല്ലാവർക്കും ധിക്കാരവും വെല്ലുവിളി, അഹങ്കാരവും. പക്ഷേ അഹങ്കാരം തൊട്ട് തീണ്ടാത്തവരായിരുന്നു സഹാബത്ത്, അല്ലാഹുവിന്റെ മഹാന്മാർ. പ്രിയപ്പെട്ടവരെ, കിഴക്കിൽ നിന്നും അടിത്തട്ടിൽ നിന്നും വെള്ളം നിറഞ്ഞു കൊണ്ടുകയാണ് ജസൂരി തങ്ങളുടെ ശിഷ്യന്മാർ. ആ വെള്ളം കോരിയെടുത്തുകൊണ്ട് അവരെ വുളൂ ചെയ്ത് നിസ്കരിച്ചു. സംഭവം എല്ലാം ജസൂരി തങ്ങളുടെ മുന്നിൽ പോയി ശിഷ്യന്മാർ അവതരിപ്പിക്കുകയാണ്. മഹാനവർകളെ, ഇങ്ങനെയൊക്കെ സംഭവമുണ്ടായി. 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. എന്താണ് ആ പെൺകുട്ടി ചൊല്ലിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ജസൂരി തങ്ങൾ നിസ്കാരം നിർവഹിച്ചതിനു ശേഷം ആ കുടിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിളിക്കുന്നു, മോളെ ഒന്നിറങ്ങി വരുമോ? ആ പെൺകുട്ടി ഇറങ്ങി വന്നു. ബഹുമാനപ്പെട്ട ജസൂരി തങ്ങൾ ചോദിച്ച, മോളെ, അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. ആ കിണറിന്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് നീ എന്ത് ചൊല്ലിയപ്പോഴാണ് വെള്ളം മുകളിലേക്ക് പൊന്തി വന്നത് മോളെ? ജസൂരി തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു, അങ്ങയുടെ മുന്നിൽ വാചാലയാകാൻ വലിയ പണ്ഡിതയൊന്നുമല്ല ഞാൻ. ആ പെൺകുട്ടി പറഞ്ഞു, അങ്ങയുടെ മുന്നിൽ ഇത് വിവരിക്കാൻ മാത്രം പാണ്ഡിത്യമുള്ള പണ്ഡിതയല്ല ഞാൻ. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല മോളെ, പറയൂ. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പെൺകുട്ടി പറഞ്ഞു, ഞാൻ ചൊല്ലിയത് അള്ളാന്റെ ഹബീബിന്റെ മേലുള്ള സലാത്താണ്. വർഷങ്ങളായി ഞാൻ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, സലാത്തിൽ ഞാൻ മുഴുകിയിരിക്കുകയാണ്. എൻ്റെ ഈ ചെറുപ്രായത്തിലും ഞാൻ സലാത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ സലാത്തിൽപ്പെട്ട ഒരു സലാത്താണ് ഞാൻ ചൊല്ലിയത്. ചൊല്ലിയിട്ടാണ് അങ്ങോട്ട് തുപ്പിയത്, കിണറ്റിലേക്ക് തുപ്പിയത്. അപ്പോഴാണ് വെള്ളം പൊന്തി വന്നത്. ആ പെൺകുട്ടി പറഞ്ഞു. എന്ന് നിർത്തിയില്ല ആ പെൺകുട്ടി. അതോടൊപ്പം ആ പെൺകുട്ടി പറഞ്ഞു, അള്ളാഹുവിനെ മുൻനിർത്തി പറയുകയാണ്, മഹാനവർകളെ, ജസൂരി തങ്ങളെ, അങ്ങ് ആ സ്വലാത്ത് ഏതാണെന്ന് എന്നോട് ചോദിക്കരുത്. ആ സ്വലാത്ത് ഏതാണെന്ന് അങ്ങ് എന്നോട് ചോദിക്കരുത്. കൊടുത്ത അതേപോലെ മറുപടി തിരിച്ച് മറ്റൊരു നാണയത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, മോളെ, നീ എന്താ ചൊല്ലിയത്? മോളുടെ മറുപടി, സലാത്താണ് ചൊല്ലിയത്. ഏത് സലാത്താണെന്ന് എന്നോട് ചോദിക്കരുത്, ജസൂരി തങ്ങളോട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ന് മുതൽ ജസൂരി തങ്ങൾ കയ്യിൽ പേനയും പേപ്പറും എടുത്തു.
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തു, വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു, തന്റെ നാട്ടിലും മറുനാട്ടിലും യാത്ര ചെയ്തു. അവിടെയെല്ലാം ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ അടുക്കലുള്ള ഓരോരോ സലാത്തുകൾ ശേഖരിച്ചു. എല്ലാ മഹാന്മാരുടെയും അടുക്കലുള്ള സലാത്തുകൾ ശേഖരിച്ചു. എന്നിട്ട് ആ സലാത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി എല്ലാം ശേഖരിച്ചൊരു ഗ്രന്ഥരൂപത്തിലാക്കി. ആ ഗ്രന്ഥത്തിന്റെ പേരാ ദലായിലുൽ ഖൈറാത്ത്. എന്ത് ഒന്ന് പറഞ്ഞേ എല്ലാവരും? ദലായിലുൽ ഖൈറാത്ത്. പറയ്, ദലായിലുൽ ഖൈറാത്ത്. ആ ദലായിലുൽ ഖൈറാത്ത് മഹാന്മാരായ സൂഫികൾ, മശായിഖന്മാർ, ഔലിയാക്കൾ, തങ്ങന്മാർ അവരെല്ലാവരും സ്ഥിരമായി പാരായണം ചെയ്യുന്ന, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ദലായിലുൽ ഖൈറാത്ത്, സലാത്തിന്റെ ഗ്രന്ഥം. ആ സലാത്തിന്റെ ഗ്രന്ഥം രചിച്ച മഹാനാണ് ജസൂരി തങ്ങൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വഫാത്തായിട്ടും 70 വർഷം കഴിഞ്ഞു. ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് 70 വർഷം കഴിഞ്ഞു. ഖബറിൽ കിടക്കുമ്പോഴും എങ്ങനെയാണോ ഖബറടക്കിയത്, ഒരു മാറ്റ വ്യത്യാസവും സംഭവിക്കാതെ, ശരീരത്തിന് കേടുപാട് സംഭവിക്കാതെ, തന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കഫൻ പുടവക്ക് പോലും മാറ്റം സംഭവിക്കാതെ, അന്ന് പുരട്ടിയ അത്തറിന്റെ മണം അങ്ങനെ തന്നെ ശ്വസിച്ചുകൊണ്ട്, കൂടാതെ എക്സ്ട്രാ, കൂടാതെ അതിനേക്കാൾ കൂടുതൽ പരിമളം കൂടെ പടച്ചവൻ നൽകി അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്നും പരിമളം അടിച്ചു വീശുമായിരുന്നു. സലാത്തിന്റെ ബറക്കത്താ, സലാത്തിന്റെ ബറക്കത്താ. അദ്ദേഹത്തിന്റെ ഖബർ ഇങ്ങനെ, അദ്ദേഹത്തിന്റെ ഖബറിൽ ശരീരം എങ്ങനെയാണോ അടക്കപ്പെട്ടത് അതുപോലെ കണ്ടതിനെ സംബന്ധിച്ച് മഹാന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. സലാത്തിന്റെ ബറക്കത്താ, സലാത്തിന്റെ ബറക്കത്ത്. റഹ്മാനിർ റഹീം.